എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം അറിയാമല്ലോ, ഞാനൊരു ലാൽ സാർ ഫാനാണ്. അപ്പോൾ ഇതെനിക്ക് എന്നെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഓർമ്മയായിരുന്നു. ഒരു ഫെയറി ടെയിലെ കണ്ട ഒരു ഫീലായിരുന്നു. തീർച്ചയായിട്ടും ക്രിസ്മസിന് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എല്ലാ സിനിമാ പ്രേമികൾക്കും ലാലേട്ടൻ നൽകിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കണക്കാക്കുകയാണ്. അഭിനയം ഡയറക്ഷനും ഒരുമിച്ച് ലാലേട്ടൻ സ്ക്രീനിലേക്കാണ്. അദ്ദേഹം നല്ലൊരു ടെക്നീഷ്യനാണ്, അദ്ദേഹം നല്ല ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത് ഇപ്പോൾ എമ്പുരാനാണ് ഞാൻ അദ്ദേഹത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി തന്നെ ഫസ്റ്റ് ഒരു സിനിമ ചെയ്യും. ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ കുട്ടികൾക്കൊരു ഗിഫ്റ്റ് കേൾക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഫാമിലിയാണോ കുട്ടികളാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ആർക്കാണെന്ന്. പക്ഷേ ഇതൊരു കുടുംബ പ്രേക്ഷകരടക്കം ഏറ്റെടുക്കുന്ന തരത്തിലുള്ളൊരു സിനിമയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇത് ഹോളിവുഡ് സിനിമയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു 3D ഫിലിം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് കുട്ടിച്ചാത്തം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എന്തൂസിയാസം ഇല്ലേ, അത് ഇതിലൂടെ കീപ്പ് ചെയ്യാൻ സാധിച്ചു. അത് ലാലേട്ടൻ എല്ലാവിധ ഒരു കഴിവ് തന്നെയാണെന്ന് പറയണം കേട്ടോ. അത് അപ്പോൾ ഈ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷ്വലൈസ് 3D എഫക്റ്റ് ആണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ ഒരുപടി മുന്നിൽ എന്ന് പറയാം അല്ലേ? അല്ല, നമുക്ക് അങ്ങനെയല്ല. നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഇങ്ങനെ ഈ ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അത് കാണാൻ വരുന്നവരിങ്ങനെ വായും പൊളിച്ചിരുന്ന് കാണുക. ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് എങ്ങനെ ഇരുന്ന് കാണായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനെ 3Dയിലേക്ക് കാണാൻ സാധിക്കുന്നത് അതും വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ യങ്സ്റ്റേഴ്സാണ് പഠിക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ. ഇന്നും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു എന്താ പറയുക സിനിമയോടുള്ള ഡെഡിക്കേഷനും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ടുള്ള അദ്ദേഹം കാണിക്കുന്ന ഒരു മനസ്സും ഒക്കെ നമ്മളാണ് കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യണം. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മലയാളികളും ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ഈ ബെറോസ് പപ്പയെ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കും അല്ലേ? ഈ പിള്ളേരൊക്കെ പറയുന്നുണ്ട് ബെറോസ് പപ്പ എന്ന്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ വിജയം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.